ഒന്നേരെ കുഞ്ഞുട്ടിയെ ഈ കുടിവെള്ളം പദ്ധതി നിർത്തുകയാണ്. കുഞ്ഞുട്ടികൾ ഈ ജനങ്ങളെ പിന്നെ ഓശയിലാണ് നിൽക്കണം, ജനങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ. അല്ല യാതൊരു രക്ഷയില്ല. അല്ല കുടിവെള്ള പദ്ധതി നിർത്തിയിട്ട് എന്താ കാര്യം? വെള്ളം കിട്ടുന്ന ആൾക്കാർക്ക് വെള്ളം കുടി പദ്ധതി പറഞ്ഞാൽ വെള്ളം ഉണ്ടെങ്കിൽ അടിക്കുക. അപ്പൊ ഈ മേലെ എവിടെയാണ് ഇപ്പൊ ഈ സംഭവം? കൽക്കുണ്ടാണ് മേപ്പെട്ട് ഉള്ളിട്ടുണ്ട്, ഓസിട്ടുണ്ട്. നിങ്ങളുടെ എന്താ അടക്കം ഓസിട്ട് കുളിച്ച ആ വെള്ളം ഒഴിവാക്കുക, കുളിച്ച ആ വെള്ളം ഒഴിവാക്കുക. നിങ്ങളെ ഇതിന് ഒരു ഒച്ചമുളി ഉണ്ടാകുന്നത് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല. ഇറങ്ങണം. അല്ല പഞ്ചായത്ത് ഇറങ്ങിയിട്ട് കാര്യമില്ല. പഞ്ചായത്ത് ഇറങ്ങൂല, ഇറങ്ങുന്നുണ്ടോ? വെറുതെ എങ്ങനെ തള്ളുകന്നല്ലാതെ വേറെ യാതൊരു മാർഗമല്ല ഇതിന്. ഈ ജലനിധി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വറ്റി വരണ്ട് ഉണങ്ങി കടിച്ച സ്ഥലം എത്രങ്ങാനും വേണങ്ങൾ ഈ സോപ്പിന്റെ വെള്ളമാണ് ഇപ്പൊ ഈ ജലനിധി കുടിച്ചാൽ സോപ്പിന്റെ വെള്ളമാണ്. സോപ്പിന്റെ വെള്ളം നോക്കുകയാണെങ്കിൽ ഇത് ഇതിൽ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ കറക്റ്റ് അറിയില്ല. ഇവിടെ വന്നറിയങ്ങൾ ഈ സോപ്പിന്റെ കളറുള്ള ഈ വെള്ളം ഇത്രയും ഇവിടെ ഒച്ചയും ആക്കിയപ്പോൾ ഇതൊന്ന് അടച്ചിട്ടുകാണ്ട് അവിടെ പൈപ്പൊക്കെ ഇട്ട ഇവിടെ വെള്ളം നിറഞ്ഞു. വീണ്ടും തണുക്കാന്നുണ്ടപ്പോൾ വെള്ളം അന്ന് ഓസില്ല, അന്ന് നടപടി ഉണ്ടായിന്. അന്ന് ചെറുക്കന്മാരും കയറി കുത്തിപ്പൊളിച്ചു. അത് വേറെ കഥ. അതെന്താ വെച്ചാൽ അന്ന് ചെറുക്ക മണ്ണ് കോരാത്തിയിലും വെള്ളമല്ലായിട്ട് അത് ആ വീഡിയോ നമ്മളെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെന്ന്. അന്ന് ഭരിക്കുന്ന ആളുകൾക്കെതിരെ പ്രതിപക്ഷം നടത്തിയ സമരം ഒച്ചയും പൊളി അന്നിട്ടതാണ്. ഇന്നിപ്പോൾ അതിന് ഒച്ചയും പൊളി ഇല്ല. അന്നപ്പോൾ പ്രതിപക്ഷമായി നിൽക്കുന്ന ആളുകൾ മുന്നിൽ പ്രതിപക്ഷം ഇല്ലല്ലോ. ഇവിടെ എവിടെ പ്രതിപക്ഷമല്ലേ? ഇപ്പോൾ കേന്ദ്രത്തിനും കേരളത്തിനും പഞ്ചായത്തിനൊന്നും പ്രതിപക്ഷമല്ല. ഒരക്ഷരം മുണ്ടിനെ കാണുന്നില്ല. ഇന്നിപ്പോൾ നമ്മളെ പോയിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനും ചെറിയാപ്പൊന്നും ഇങ്ങനെ പോകുന്ന നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഫുള്ള് തൂർന്നതുണ്ട് ഒഴിവാക്കി. ഇത് നോക്കാം, ഒരു 10 കൊല്ലം മുമ്പ് നമ്മളവിടെ ഇങ്ങനെ പ്രളയം ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് വെള്ളം കയറിയുന്നു, റോട്ടിക്ക് വെള്ളം കയറിയുന്നു, ഉണ്ടായിരുന്നില്ല. അന്നൊന്നും ഇതേമാതിരി തൂർന്നിട്ടില്ല. അതാണ് ഇതിപ്പോൾ ഈ തൂർന്നതുകൊണ്ട് ഇത് എടുത്താൽ ഭയങ്കര പ്രശ്നമാണ്. കോരാൻ കൊടുത്താൽ മതി ഇങ്ങനെ ആൾക്കാർക്ക്. ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു കുറച്ച് ആൾക്കാർ കോരിയാണ് ഈ മണലെടുത്തുകൊണ്ടേ തന്നെ മെയിൻ പ്രശ്നം അതിനാണ്. അപ്പോൾ ഞാൻ ഇന്ന് അനങ്ങിയ വെള്ളപ്പൊക്കം വരാനുള്ള കാരണം അതാണ്. വെള്ളം വേനലായ വെള്ളമില്ലാത്തതിന്റെ കാരണം അതാണ്. പഠിക്കാണ്ട് ഇറങ്ങി വെക്കുകയാണ്. ഇനി നമുക്ക് മേലെ കൂടി പോയേക്കാം. എന്താ കഥ? മുകളിലത്തെ ഉറവ് വരുന്ന സ്ഥലം. നമ്മളിവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കൽക്കുണ്ട് കൂടി ഒക്കെ ഈ കൽക്കുണ്ട് എന്നല്ല ഈ കൃഷി സ്ഥലത്ത് കൂടി ഒക്കെ ഫ്രീ ആയിട്ട് നനഞ്ഞോർത്ത് ഇപ്പോഴും നനഞ്ഞും കൊണ്ട് അതാണ് സംഭവം. ഒന്നാമത്തെ നടപടി എടുക്കേണ്ടത് അതാണ്. കാരണം ഈ വെള്ളമില്ലാത്ത സമയത്ത് നിന്നിട്ടേ പഞ്ചായത്ത് അതിന് എന്തേലും നടപടി ഉണ്ടാവും. അത് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ പിന്നെ അത് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ട കുറെ അനൗൺസ് ചെയ്ത് എന്തിട്ടായിട്ട് കാര്യം. അവിടെ ഇറങ്ങിച്ചെന്ന് നടപടി എടുക്കാൻ പഞ്ചായത്തിന്റെ ഭരണസമിതി, ഭരണത്തിന്റെ ആളുകൾ അല്ലെ അതിന്റെ ഇത് പഞ്ചായത്തിന്റെ ആളുകൾ തന്നെ നേരെ ഞാൻ ഇതിന്റെ ആളാ, ഞാൻ ഓലാളാ, ഞാൻ വെള്ളമടിച്ചു, ഇതാണ് ചെയ്യണത്. കുടിക്കാനും വെള്ളമില്ലാത്തൊരവസ്ഥയിലാണ്. ഇനിയിപ്പോൾ ഇടമഴ നമുക്ക് പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ ഇതുവരെ കിട്ടിയില്ല. ഇനി കിട്ടിയാൽ അല്ല ഇനി പടച്ചോനെങ്കിൽ ഇപ്പോൾ മഴക്കാറൊക്കെ ഒന്നുണ്ട്. പക്ഷേ മഴ കിട്ടിയൊക്കെ ഇല്ലെങ്കിലൊക്കെ നമ്മളെ നാടിൻ്റെ അവസ്ഥ പറയേണ്ടിരില്ല. ഇനി ചെറിയൊരു മഴ പെയ്താൽ നോക്കിക്കോ, എല്ലാ പെരയിൽ കൂടി വെള്ളം കയറും. അതേറ്റ് ജനങ്ങളുണ്ട് അടങ്ങാറാവും. അതേപോലെ റോട്ടിൽ കൂടി വണ്ടിയായിട്ട് പോകാൻ കഴിയില്ല, ചെറു വണ്ടിയായിട്ട് തീരെ പോകാൻ കഴിയില്ല. അങ്ങനെ ഇറങ്ങാറാവും. ഇത് തൂർന്നുണ്ട്. കാരണം ഇത് റോഡും പോയി ഒരേ മാതിരിയായി തൂർന്നിട്ടേ. അതാണ് സംഭവം. ഏതാ നമുക്ക് അല്ല ഇതിലിപ്പോ ഇതിന്റെ ഇടക്ക് ഇവിടെ നിറഞ്ഞു പറഞ്ഞു. നിറഞ്ഞത് പഞ്ചായത്ത് പിന്നെ പരസ്യം ചെയ്തു, അപ്പൊ നിർത്തിട്ടു. ഇപ്പൊ രണ്ടാമത് പഞ്ചായത്തിന്റെ പരിപാടി കഴിഞ്ഞു. ജനങ്ങൾ വീണ്ടും പിന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞങ്ങൾ ചെന്ന് നോക്കട്ടെ എവിടെ സംഭവം ഇല്ലല്ലോ നോക്കട്ടെ. ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇപ്പൊ ചെറിയാപ്പോട് പറഞ്ഞു, ചെറിയാപ്പോ പറഞ്ഞ മാതിരി തന്നെ നാട്ടിൽ കച്ചും. ഏതായാലും നോക്കിയാൽ നമ്മൾ ഇത് ഇങ്ങനെ വിട്ടാൽ നടക്കുമല്ലോ. ഈ വള്ളപ്പേ രണ്ട് ദിവസം ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സീറ്റേ കണ്ടിരുന്നുള്ളൂ. ഒരു സീറ്റ് ഇപ്പൊ 3 സീറ്റും കാണുന്നുണ്ട്. ഏതായാലും നോക്കുക, ഇത് ഇങ്ങനെ വിട്ടാൽ നടക്കൂല. ഒരു കൊല്ലത്തിൽ ഇതേമാതിരി കൽക്കുണ്ട് ഫുള്ള് വെട്ടി മാറ്റിയാണ്. അത് ചോർമ്മണ്ട്. അതെല്ലാരും ഇറങ്ങി നടക്കും. എടുത്തിനും കൊണ്ടുവരാ പോയിന്നല്ലേ സാധനം എടുത്തിനും കൊണ്ടുവരാ. അതന്നെ നോക്കേ പിടിച്ചത് ആ സോപ്പും വെള്ളം ഇപ്പൊ ജനങ്ങൾക്ക് കുടിച്ചാൽ അടിച്ചുകൊണ്ടത്. അതാ ആ വള്ളത്തിലെ കൽക്കടിച്ച് കണ്ടോ, ഈ വെള്ളമാണ് ജനങ്ങൾക്ക് അടിച്ചുകൊണ്ടത്. സോപ്പും വെള്ളം. സോപ്പും വെള്ളം ഇതാണ് ഇപ്പൊ ജനങ്ങൾ കുടിക്കുന്നത്. ഇതിപ്പോ എത്ര ആയിരക്കണക്കിന് ആൾ കുടിച്ചല്ലേ? കാരണം ഇവിടുത്തെ നാട്ടുകാരുടെ പറയുന്ന കാര്യങ്ങൾ നോക്കണം. നമ്മള് ഇപ്പൊ ചെറിയാപ്പൂ ഞാൻ അവിടുന്ന് താഴ്ന്ന് പറഞ്ഞ മാതിരി തന്നെ എവിടെ ചെന്നാലും ഇതാണ് പരാതി. കാരണം ഒരാഴ്ച പോയിക്കൊണ്ടിരിക്കുന്നത് 600 കുടുംബങ്ങൾ ഈ പമ്പ് ഹൗസിൽ നിന്നാണ് വെള്ളം അടിച്ചുകൊണ്ട് കുടിക്കുന്നത്. 600 കുടുംബങ്ങളെ.
അപ്പോൾ എന്തായാലും ഇത് കർശനമായിട്ട് ഇത് വെറുതെ അനൗൺസ് ചെയ്യുക, അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഭരണസമിതി പഞ്ചായത്തും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ പട കൂടിയാണ്ട് എഴുതി വിടൽ നടക്കൂല. ഇതിനിറങ്ങി തിരിച്ചുങ്ങാണ്ട് അത് ഏറ്റവും കാര്യമൊന്നുമില്ല. അതെ, സ്വീകരിക്കണേ വേണം. എന്തായാലും നമ്മളെ മഴ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഇവിടുത്തെ എല്ലാ വീഡിയോസും ഇതിലെ വെള്ളം കയറിയതൊക്കെ ഇട്ട് ഇവിടുത്തെ അവസ്ഥ ആലോചിച്ചോക്കണം നിങ്ങൾ. കുടിക്കാൻ പോലും വെള്ളം ഓസിട്ടെടുക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല നോക്കണം നിങ്ങൾ. ഇപ്പോൾ ഇവിടുത്തെ ഉണങ്ങി കടിച്ച് ഇവിടെ അതാണ് ഇപ്പോൾ വെള്ളം നിങ്ങൾ. ഇത്രത്തോളം പ്രയാസം അനുഭവിക്കുന്ന സമയത്താണ് മുകളിൽ ഓസിട്ടുങ്ങാണ്ട് വെള്ളമടിക്കുന്നുണ്ട് എന്ന് പറയണേ. വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ പഞ്ചായത്തും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഇതിനിറങ്ങിയില്ലെങ്കിൽ കണ്ടങ്ങൾ ഇടമഴ കിട്ടിയാൽ നമ്മളെ ഭാഗ്യം. ഇല്ലെങ്കിൽ കരുവാരകുണ്ട് കണ്ടതിൽ വെച്ച് ഇപ്പോൾ തന്നെ കരുവാരകുണ്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വെള്ളക്ഷാമം വളരെ അതിരൂക്ഷമായ ഒരു ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ കാലം വരെ ഇല്ലാത്തൊരു വരൾച്ചയാണ് രൂപമുള്ളത്. ഒന്നാമത് നമ്മളെ പുഴയിൽ വെള്ളം നിൽക്കാൻ ഗ്യാപ്പില്ല. രണ്ടാമത് വെള്ളം ഊറ്റണ കുറേ വേണ്ട ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് നടപടി എടുത്തില്ലെങ്കിൽ പ്രതിഷേധം ജനങ്ങളിറങ്ങും, അത് ഉറപ്പാണ്. ഇന്നിപ്പോൾ നിങ്ങളിതിൻ്റെ മുന്നേ കുറച്ച് കേട്ട വോയിസ് കേട്ടില്ല നിങ്ങൾ, അതുപോലെ പ്രതിഷേധങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് വേഗം ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇറങ്ങി ഇതിന് നടപടി ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് പറയാനുള്ളത്, കൊല്ലം 2-3 ഈ ഒരു കല്ല് പണ്ടരടക്കിയിട്ട് ഇവിടെ ഇതുവരെ ഇതിനൊരു സംരക്ഷണ ഭിത്തി കൊടുക്കാനോ ഇതൊന്ന് കെട്ടാനോ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ ആളുകൾ തയ്യാറായില്ല എന്നല്ല. കാരണം ഞങ്ങൾ നിസ്കാര പള്ളിയാണത്. ഒരു കെട്ട് കെട്ടിയിട്ട് ഒരു ചെറിയൊരു മുടക്കിയിട്ട് 2 ഇവിടെ കല്ലുണ്ട്, കുറച്ച് കല്ലും വെച്ച് കോൺക്രീറ്റും ചെയ്ത് ചെയ്യാൻ, അതുപോലെ ഇലക്ട്രിക് ലൈനുകളൊക്കെ നിങ്ങൾ HT അടക്കം കടന്നു പോകുന്ന ലൈനുകളാണ്. അതടക്കം ഇതിനൊരു നടപടി ഉണ്ടാകാൻ വേണ്ടിയാണ്ട് നമ്മുടെ ആളുകൾ ഇതിന് തയ്യാറായില്ല എന്നുള്ളതാണ്. ഇതൊക്കെ എന്തെങ്കിലും പറ്റുമ്പോൾ അത് അന്ന് കൊടുത്തീന്, അത് ഇന്ന് വന്നീന്, അതിന് ഉസാറാക്കാനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വരാനും ഒച്ചമുള്ളി ഉണ്ടാക്കാനും എല്ലാത്തിനും ആളുകളുണ്ടാവും. അത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കും.